ചീര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, പച്ചക്കറികളിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് ചീരയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എൻ്റെ കുഞ്ഞ് പച്ചക്കറി തോട്ടം കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. അതായത് എനിക്ക് വീട്ടിലേക്ക് എൻ്റെ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചെറിയൊരു പച്ചക്കറി തോട്ടമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് എല്ലാത്തിനും നനച്ചു. വാഴക്കൊക്കെ ഞാൻ നനച്ചു, അത് കഴിഞ്ഞ് പച്ചക്കറിക്കൊക്കെ നനച്ചു. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു തോട്ടമാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാമല്ല. ഞാൻ ആദ്യം നട്ടത് ഈ പച്ച ചീരയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചീര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, പച്ചക്കറികളിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് ചീരയാണ്. ചീരത്തോരൻ, ചീര എങ്ങനെ വെച്ചാലും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പച്ചച്ചീര. ആദ്യമായിട്ട് ഞാൻ നട്ടത് ഇതാണ്. ഈ ചീര നട്ടതിന് ശേഷമാണ് പച്ചച്ചീര നട്ടതിന് ശേഷമാണ് ഞാൻ ചുവന്ന ചീര നട്ടത്. പക്ഷേ ഈ പച്ചച്ചീരയിൽ കണ്ടോ, ഈ ചിലതിലേക്ക് പുഴു കുത്തുന്നുണ്ട്. അത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുമ്മായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചീരയുടെ ഇലയിലൊക്കെ ഞാൻ തളിച്ചിട്ടുണ്ട്. എന്നാലും ഉണ്ട് കേട്ടോ. ഇന്നലെയാണ് ഞാൻ കണ്ടത് ഇത് പുഴു കുത്തുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ചീര. ഇതാണ് ചുവന്ന ചീര. ചുവന്ന ചീര കിളുത്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം പച്ചച്ചീര നട്ടത്, പിന്നീടാണ് ചുവന്ന ചീര നട്ടത്. അപ്പോൾ ഇത് കിളുത്ത് വരുന്നതേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. കുറച്ച് കൂടുതൽ ഞാൻ കൊണ്ടുവന്ന് നട്ടതായിരുന്നു. പക്ഷേ കുറച്ചൊക്കെ ആരൊക്കെയോ പറിച്ചുകൊണ്ട് പോയി. അപ്പം അതുകൊണ്ട് ഇതിലേ കൂടി വരുന്ന ആൾക്കാരൊക്കെ പറിച്ചുകൊണ്ട് പോവും. അതുകൊണ്ട് ചുവപ്പ് ചീര ഇതേ ഉള്ളൂ. പച്ചച്ചീരയാണ് കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത്. പച്ചച്ചീരയാണ് കൂടുതലായിട്ടുള്ളത്. ചുവപ്പ് ചീര ചെറുതായിട്ടേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഇനി ഞാനിത് തക്കാളിയുടെ തൈയാണ് കേട്ടോ. കണ്ടോ, ഇത് ഞാനൊരു ഫാമിൽ നിന്ന് പോയി വാങ്ങിയതാണ് തക്കാളി തൈ. അപ്പം മത്തങ്ങയുടെ കിളുക്കുമെന്നറിയാൻ കിളുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്നായി കഴിയുമ്പോഴേക്കും ഇത് പറിച്ച് മാറ്റി നടും ഞാൻ. ഇതൊക്കെ തക്കാളിയുടെ തൈയാണ്. മത്തങ്ങ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരുപാട് വൈറ്റമിൻസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങ ജസ്റ്റ് വേവിച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പശുവിൻ്റെ നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ അവർ കഴിച്ചോളും. നല്ല ടേസ്റ്റുമാണ്, ഗുണമുണ്ട്. ഇനി എൻ്റെ പീച്ചിങ്ങ, പിന്നെ പീച്ചിങ്ങ ഉണ്ട്, പിന്നെ പച്ചമുളക്, പീച്ചിങ്ങ, അതുപോലെ തന്നെ കാന്താരി മുളക്. ഇതിപ്പോൾ ഞാൻ രാവിലെ യക്ഷയെ പോലെ ഇരിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഉടനെ ഞാൻ വ്ളോഗ് എടുക്കുന്നതാണ്. അപ്പം ഇനി എൻ്റെ പീച്ചിങ്ങ കാണിച്ചു തരാം. ഇതെൻ്റെ പീച്ചിൽ ഞാൻ 3 തൈ വെച്ചിട്ടാണ് നട്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ ചാണകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഗോമൂത്രവും തളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെയുണ്ട് പീച്ചിൽ. അതുപോലെ തന്നെ ഇതും പീച്ചിലാണ്. പിന്നെ ഇത് പാവല്, പിന്നെ ഇത് വള്ളിപ്പയർ. നല്ല നീണ്ട വള്ളിപ്പയറാണ് കേട്ടോ. അതും കുറച്ച് ഞാൻ നട്ടിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ഉള്ളത് വള്ളിപ്പയറുകളാണ്. പീച്ചിങ്ങ. പിന്നെ ഇതെന്ന് പറയുന്നത് കാന്താരിയാണ്. കാന്താരി, ഇതും ചാണകപ്പൊടിയും ഗോമൂത്രമൊക്കെ തളിച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന് നട്ടതേ ഉള്ളൂ. കുറച്ച് 2-3 ദിവസമായിട്ടുള്ളൂ നട്ടിട്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഞാൻ കാന്താരി നട്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളകും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പച്ചമുളക് ഞാൻ നട്ടിട്ടുണ്ട്. വീട്ടിലെ കൃഷിക്ക് ആവശ്യമായ, അതായത് വീട്ടിലെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ പച്ചമുളക് എന്ന് പറയുന്നത്. അപ്പം അതും ഞാൻ നട്ടിട്ടുണ്ട്. ചീരയുടെ വിത്തൊന്നും ഇവിടെ കിട്ടാനില്ല. ഉണ്ടായിരുന്നു, ഞാൻ ഒരുപാട് കൃഷി ചെയ്തത്. എനിക്ക് ചീര പണ്ടേ ഇഷ്ടമാണ് കൃഷി ചെയ്യുന്നത്. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരട്ടെ. ഈ കൂടെന്ന് പറയുന്നത്, ഈ കൂട്ടിൽ ഇതുണ്ടായിരുന്നു, പ്രാവുണ്ടായിരുന്നു ഈ കൂട്ടിൽ കേട്ടോ. ഇവിടെ പ്രാവിൻ്റെ ശല്യം ഭയങ്കര ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ
അതുകൊണ്ട് വീടിൻ്റെ ഏറ്റവും മേളിലായിട്ട് പാമ്പ് വരുക. ഏറ്റവും മേളിലായിട്ട് പ്രാവ് കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ശല്യമായിരുന്നു. ഇതാ വീണ്ടും ഇരിക്കുന്നത് കണ്ടോ ഒരെണ്ണം, കണ്ട? അതുകൊണ്ട് ഒരുപാട് പ്രാവുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ശല്യം കൂടിയപ്പോഴേക്കും ഞങ്ങൾ അതിനെ പിടിച്ചിട്ട് കൂട്ടിലിട്ടതാണ്. പക്ഷേ എന്തോ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്തോ അതിനെ കൊന്നിട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്നുള്ളത് അറിയത്തില്ല. ചിലപ്പോൾ ഈ പ്ലാവിൽ കൂടി കയറി വന്നിട്ട് കൊന്നിട്ടതായിരിക്കാം. ഇവിടെ കുറച്ച് ചേമ്പും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. നട്ടതല്ല, ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഈ രീതിയിൽ നമ്മൾ നേരത്തെ ചേമ്പ് നട്ടതാണ്. അപ്പം ചേമ്പ്, പിന്നെ ഇതെൻ്റെ തുളസി. രാവിലെ ഞാൻ വെള്ളമൊക്കെ തളിച്ച് നല്ല ഉഷാറാക്കി നിർത്തിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിൽ വരും. അപ്പോൾ ആ വെയിലിനെ അതിജീവിക്കാൻ അതിന് വെള്ളം വേണമല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ഇവിടെ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. കപ്പ, ഇത് നമ്മുടെ കപ്പങ്ങ മരം. ഇതിലിഷ്ടം പോലെ ഉണ്ടായിട്ട് ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ കറിക്കില്ലാത്ത ദിവസം ഞാൻ എടുക്കുന്ന ഒരു സാധനമാണ് ഈ കപ്പങ്ങ. കറിയില്ലാത്തപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഇത്, എൻ്റെ കപ്പങ്ങ മരം. കപ്പങ്ങ തോരനും അതുപോലെ തന്നെ കപ്പങ്ങ പരിപ്പും കൂടി ഉണ്ടാക്കാം. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കുക, കപ്പങ്ങ പരിപ്പും, കപ്പങ്ങ തോരൻ, കപ്പങ്ങ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാം. കറിയില്ലാത്ത സമയത്ത് ഇതുവനാണ് എൻ്റെ ആശ്രയം. ഇവിടെ ഒരു വാഴക്കുല വാടിപ്പഴുത്ത് കിടപ്പുണ്ട്. വാടിക്കിടപ്പുണ്ട് കണ്ടോ. ഇത് വെട്ടിയെടുക്കാം. ഇങ്ങനെ പോരുമോ നോക്കട്ടെ ആദ്യം. ഇല്ല, ഇങ്ങനെ പോരത്തില്ല. ഇനി ഇത് വെട്ടിയെടുത്തിട്ട് ഇത് മെഴുക്ക് വരട്ടെ ഇന്ന്. ഇത് ഞങ്ങളുടെ ഗ്യാക്ക് ഫ്രൂട്ടാണ് കേട്ടോ. ഗ്യാക്ക് ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇവിടെ അജു എന്തൊക്കെയോ നട്ടു വെച്ചിട്ടുണ്ട്. ചേമ്പ് നട്ടിട്ടുണ്ട്. ഇത് ഹസ്ബൻഡ് നട്ടു വെച്ചിരിക്കുന്ന. ഇവനെ ഇന്ന് ഞാൻ മെഴുക്കുവരട്ടിയാക്കും. ഈ കത്തി മതിയാവും. തിരിച്ച് ഒരു കൈ കൊണ്ട് ഞാൻ ക്യാമറ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വെട്ടാൻ ഇച്ചിരി പാടാം. യെസ്, വന്നു. ഇവന് ഇന്ന് ഞാൻ തോരനാക്കും. തോരനല്ല, മെഴുക്കുവരട്ടിയാക്കും. ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് പച്ചക്കറിയും പ്രോട്ടീനും മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡയറ്റിനുള്ള ഐറ്റം ആയിട്ടുണ്ട് പച്ചക്ക. കാർബ്സ് ഞാൻ ഒട്ടും കഴിക്കില്ല. കാർബ്സ് ഒട്ടും കഴിക്കരുതെന്നാണ്, കാർബ്സ് കുറച്ചെങ്കിലും കഴിക്കണമെന്നാണ്. പക്ഷേ ഞാൻ കാർബ്സ് ഫുള്ള് കട്ട് ചെയ്തിട്ട് പ്രോട്ടീനും വെജിറ്റബിൾസും മാത്രം എടുത്തിട്ടുള്ള ഡയറ്റാണ് ഇത്തവണ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വെജിറ്റബിൾസിന് ഇതായിട്ടുണ്ട്. വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇതാ കശുമാവ് പൂത്തു. ഇതാ കശുവണ്ടി ഉണ്ടായി കിടക്കുന്നത്. പണ്ട് കശുമാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കഴിക്കൊന്നുമില്ല. നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ ആരാ ശബ്ദം ഉണ്ടാക്കുന്നത് രാവിലെ? മൈനക്കിളിയാണോ? മൈനക്കിളി കണ്ട പോണ്ടേ പോയി. വേറെ ഉണ്ട്. ഇതാ മൈനക്കിളി. മൈന 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 മൈന. ശിഖരങ്ങൾ ചാടി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ പച്ചക്കറി തോട്ടം എന്ന് പറയുന്നത്. ചെറിയൊരു തോട്ടമാണ് ഇത്. വലുതാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ കുഞ്ഞുവാവ് സമ്മതിക്കാത്തതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ കുഞ്ഞുവാവ് സമ്മതിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഞാൻ ഉണ്ടാക്കിയേനെ ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം. പക്ഷേ ഇത് തന്നെ ധാരാളമാണ്. ഇതിൻ്റെ അകത്ത് പച്ചമുളകുണ്ട്, ചീരയുണ്ട്, ചുവപ്പ് ചീരയും പച്ചച്ചീരയുണ്ട്, തക്കാളിയുണ്ട്, അച്ചിങ്ങ ഉണ്ട്, അതായത് പയർ,
പിന്നെ അതുപോലെ തന്നെ പീച്ചിലുണ്ട്, മത്തനുണ്ട്, തക്കാളി, ഇതൊക്കെ തന്നെ ധാരാളം ഒരു ചെറിയൊരു അടുക്കളക്കുള്ള കൃഷികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്താൽ നമ്മൾക്ക് എന്താ പറയുക, വിഷം തളിക്കാത്ത നല്ല പച്ചക്കറിയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഈ ചീരയുടെ ഇലയൊക്കെ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും കേട്ടോ. അതൊക്കെ ഏറ്റവും നല്ല സാധനങ്ങളാണ്, നമ്മൾ കടയിൽ നിന്ന് പോയി വാങ്ങിക്കുന്നതിനേലും നല്ലതല്ലേ. അപ്പോൾ അതൊക്കെ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞാൻ എൻ്റെ പച്ചക്കറിത്തോട്ടം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ, ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് ഉണ്ടാവണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ ബൈ ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ.